ഈ ഈ ക്ലാസിന്റെ ഒരു അനുഭവം വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എഐയുടെ നമ്മൾ കുറേ ടൂളുകൾ നോക്കി. പലരുമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക, ആവശ്യമുള്ളത്. അപ്പോ അത് ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ഈ ക്ലാസ്സിനുള്ള സമയം കണ്ടെത്തി പഠിക്കുന്നത്. അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നവര് വളരെ കുറവാണ്. രണ്ട്, AI നമ്മൾ നിർമ്മിത ബുദ്ധി ഇത്രയും ടൂളുകൾ പഠിച്ചെങ്കിലും അത് ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ, അതൊരു ശാസ്ത്രീയമായ പഠനമൊന്നുമല്ല, വളരെ കാഷ്വൽ ആയിട്ടുള്ള അന്വേഷണത്തിൽ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ പേരും ഉപയോഗിക്കുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തത്? ഉപയോഗിക്കാതെ ഇരിക്കുന്നത് എഐയെക്കാളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന ഒരവസ്ഥയിലല്ല AI ഉപയോഗിക്കാത്തത്. അതിനൊരു പ്രധാന കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ എഐയെ ഒരു ഉപകരണം, നമ്മളെ ടൂൾ എന്നാ പറയുന്നത്, നമ്മൾ തന്നെ പറയുന്ന ടൂൾ എന്നാണ്, ഒരു യന്ത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. യന്ത്രമായിട്ടാണ് കാണുന്നത്. നമ്മൾ യന്ത്രമായി കാണുക എന്ന് പറഞ്ഞാൽ യന്ത്രമായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു ടൂൾ എന്ന് തന്നെയാണ് പറയുന്നത്. AI ടൂൾ, അങ്ങനെയാണ് ആധികാരികമായിട്ടും പറയുന്നത് ടൂൾ. ആ യന്ത്രമായി കാണുന്നതിന് പകരം നിങ്ങളുടെ ഒരു സഹായിയായി, ഒരു അസിസ്റ്റന്റായി എഐയെ കാണാൻ ശ്രമിക്കുക. ഒന്ന്, നമ്മുടെ ഒരു സഹായിയാണ്, അസിസ്റ്റന്റാണ്. അപ്പൊ ഈ സഹായി, അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഏത് റോളും എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു സഹായി. അപ്പൊ നമുക്ക് ഒരു AI എന്ന് പറയുന്നത് നമുക്ക് 10-15 ആവശ്യങ്ങളുണ്ടെങ്കിൽ 10-15 സഹായിയാണ്. ഓരോ പ്രാവശ്യവും അത് ഓരോ റോളിലാണ് വരുന്നത്. ഒരു സഹായിയായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റായി അതിനെ കാണുക, ഒരു മനുഷ്യനായി കാണുക ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എഐയുമായി ഒരു വൈകാരികമായ ഒരു ബന്ധം നമുക്കുണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രശ്നം, അതായത് ഇതിനെ ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്, യന്ത്രമല്ല ഇത്, നമ്മളൊരു സഹായിയാണ്, അസിസ്റ്റന്റ് ആണ്, നമ്മുടെ ഉപദേശകനാണ്, നമ്മുടെ കൺസൾട്ടന്റ് ആണ്. ആ രീതിയിൽ തന്നെ കാണുക, ഒരു മനുഷ്യനായി തന്നെ കാണുക. ഇത് ഞാൻ ഈ പറയുന്നത് വെറുമൊരു നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണമായിട്ട് മാത്രമേ കാണാവൂ. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് എഐയോട് എങ്ങനെ ചോദിക്കണം എന്നുള്ള നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ നിർമ്മിത ബുദ്ധിയോട് എങ്ങനെ സംവേദിക്കണം, ചോദിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ പരാതിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ മനുഷ്യരായ നമ്മുടെ പ്രശ്നങ്ങളെ പരാതിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിലെ നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന ആൾ നിങ്ങളുമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇതിനെ നിങ്ങൾ വീട്ടിലായാലും മറ്റു സുഹൃത്തുക്കളിലായാലും ഇതിനെ ഒരു പരാതിയായിട്ടാണ് നമ്മൾ പറയുന്നത്. വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളോട്, ഭാര്യയായി പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളോട് ചെന്ന് പരാതി പറയും. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴോ അത് പരാതിയായിട്ടാണ് പറയുന്നത്.
പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഈ അല്ലെ പരാതിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങളായാൽ പോലും. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു, അപേക്ഷയ്ക്ക് പരിഹാരമുണ്ടായില്ല. നമ്മൾ എന്താ കാണുന്നത്? അത് വേറൊരാളോട് പറയുമ്പോൾ നമ്മളതൊരു പരാതിയായിട്ടാണ് പറയുന്നത്. യെസ്, ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. രണ്ട്, വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ അതൊരു മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഫ്രണ്ടൽ ലോബ്, നമ്മളെ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ട നമ്മുടെ തലച്ചോറിന്റെ ആ ഭാഗം നിസ്സംഗതയിലാവും. അത് ഒന്ന് പ്രവർത്തിക്കാൻ അതിന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കയറി ചുമ്മാ ഇരിക്കുന്നത്. ചുമ്മാ ഇരിക്കാനാണ് നമുക്ക് ഇഷ്ടം. ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്നാ നമ്മൾ പറയുന്നത്. നിങ്ങളെല്ലാം ഒന്ന് പോകും, ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ഒന്നും നമ്മൾ പറ്റുന്നില്ല. ഇതും നമ്മളെ ശരീരശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ അവസ്ഥ ഉള്ളപ്പോ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതിന്റെ, നമ്മുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കേണ്ട ആ അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. ഓക്കെ, അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്താ, ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്ത് വേണം? ഒരു മോചനം വേണം. അതായത് നമ്മളെ നിശബ്ദമാക്കുന്ന, നമ്മളെ പ്രതികരിക്കാത്ത, നമുക്കൊന്നും മുന്നോട്ട് പോകാൻ നമ്മളെ ശരീരശാസ്ത്രപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറണം. നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ആക്റ്റീവാണ്, നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പരാതിയായിട്ട്, പ്രതിഷേധമായിട്ട്, ബാർഗെയിനിങ് ആയിട്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യണമെന്നാ പറയുന്നത്. നമ്മൾ പ്രതികരിക്കണം എന്ന് പറയുന്നത്. ഈ പ്രതികരണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രൊഡക്റ്റീവ് അല്ല. നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനെ പ്രോ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അല്ലെ സാർ, സുരേന്ദ്രൻ സാർ? ഓക്കെ, പ്രോ ആക്റ്റീവ് ആക്കുക എന്നാണ്. അങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? നമ്മുടെ പ്രശ്നത്തിനെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം എന്നുള്ള ഒരു അവസ്ഥ വരും. ഈ പ്രശ്നത്തിന് പരിഹാരം ആവുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം വേണം. പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആരുടെ ആവശ്യം വേണ്ടി വരുന്നത്? AI-യുടെ ആവശ്യം വേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ലളിതമാക്കാം? കുറച്ചുകൂടി ലളിതമാക്കണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് കാര്യം മനസ്സിലായി. മനസ്സിലാവുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും മനസ്സിലായി. വെരി ഗുഡ്, എല്ലാവർക്കും മനസ്സിലായി. അതെ. ഓക്കെ. നിർമ്മൽ. അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ നമ്മുടെ പ്രോ ആക്റ്റീവ് ആക്കുക എന്നുള്ള, അതായത് പരാതി, പ്രതിഷേധം, നമ്മള് സ്വയം എന്താണ്, നമ്മൾ സ്വയം നമ്മുടെ വിധി ഇതാണല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ഗതിയായി പോയല്ലോ എന്നുള്ള
സ്വന്തമായി തന്നെ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ സ്വന്തമായുള്ള പ്രതിഷേധമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിലെന്താണ് നമ്മൾ ദേഷ്യം, അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ദേഷ്യമായിരിക്കും, ഉത്കണ്ഠമായിരിക്കും, ചിലപ്പോൾ അത് വിഷമമായിരിക്കും. എന്താണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദേഷ്യം പിടിപ്പിച്ചത്? എന്താണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തിയത്? എന്താണ് നമ്മുടെ വിധി എന്ന് നമ്മൾ പറഞ്ഞത്? എന്താണ് എന്റെ കഴിവുകേടായി ഞാൻ കാണുന്നത്? എന്താണ് നമ്മുടെ സാഹചര്യത്തിന്റെ പ്രശ്നമായി കാണുന്നത്? അതായത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒന്ന് പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നത്. ദേഷ്യവും സങ്കടവും പിന്നെ ശപിക്കലും എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നത്, അല്ലേ? നമ്മളൊരു പ്രശ്നം വരുമ്പോ അങ്ങനെയല്ലേ, എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നത്. ഈ ഒരുമിച്ച് ഇങ്ങനെ വന്ന് മനസ്സ് നിറയെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് ഇതിനെ നമ്മൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് ഇത് ഇന്ന കാര്യത്തിലാണ് ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്, ഇന്ന കാര്യത്തിലാണ് എനിക്ക് വിഷമം ഉണ്ടായത്, വിഷമിപ്പിച്ച കാര്യം എന്റെ ഉത്കണ്ഠ ഇന്നതാണ്. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. ഓക്കെ 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 ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? നിർമ്മൽ ഓക്കെ ആണോ? ഓക്കെ. നമ്മുടെ ഉത്കണ്ഠയും ദേഷ്യവും വിഷമവും ഇങ്ങനെയുള്ള അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കഴിയുമ്പോ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുമ്പോൾ തന്നെ ഏകദേശം പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് വരികയാണ്. അപ്പോ ഇനി നമുക്കിതിന് എവിടെയാണ് എയുടെ റോൾ? അപ്പോ ഇപ്പോ നമ്മുടെ പ്രശ്നത്തെ നമുക്ക് നിർമ്മിത ബുദ്ധിക്ക് എഐക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിക്കണം. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ എഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ എഐക്ക് ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ പറ്റുള്ളൂ. എഐക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റിൽ മോഡം എന്ന് പറയുന്ന സാധനമുണ്ട്. മോഡത്തിൽ വരുന്നത് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. ആ തരംഗങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ മോഡുലേറ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ശബ്ദം, നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനെ ഇത് വഹിച്ചുകൊണ്ട് പോയി അത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായിട്ടോ, അല്ലെങ്കിൽ ഇന്നിപ്പോ പിന്നെ സാങ്കേതികം വേറെയാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാക്കി അതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ഇതിനെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്നിപ്പോ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ ഈ മോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അത് മാറ്റുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ എഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? മാറ്റാമല്ലോ, അല്ലേ? എഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റണം. എഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റുന്ന സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോംപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ചു കൊണ്ടുവന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നത്തെ, നമ്മുടെ ആവശ്യത്തെ നമുക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടതിനെ ആർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി തരണം? എയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ്? ആർക്ക് വേണ്ടി, എന്തിന്? ഈ ഒരു കാര്യം മാത്രമാണ്. ആർക്ക് വേണ്ടി, എന്തിന്? അതായത് നമുക്ക് വേണ്ടി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി
AI ആരാവണം? അതായത് മീഡിയേറ്റർ. അതായത് മീഡിയേറ്റർ. അല്ല, നമ്മുടെ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ പല രീതിയിൽ നമ്മൾ ആദ്യം പഞ്ചായത്ത് മെമ്പറെ ചീത്ത വിളിക്കുന്നു, പലരെ ചീത്ത വിളിക്കുന്നു, ആൾക്കാരെ ചീത്ത വിളിക്കുന്നു, അത് അടുത്ത് പലരെയും പ്രശ്നക്കാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ആക്റ്റീവിൽ നിന്ന് നമ്മൾ പ്രോ ആക്റ്റീവായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ ഒരു കത്ത് കൊടുക്കണം. കത്ത് എഴുതണം. ആ കത്ത് ആരെഴുതണം? ഒരു കത്ത് എഴുതി തരണം എന്ന് നമ്മൾ പറയും. അത് കറക്റ്റ് ഒരു AI കൊണ്ട് ചെയ്യിക്കുന്ന രീതിയല്ല. ഈ കത്ത് ആരാണ് എഴുതേണ്ടത്? ഇത്തരം കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ഒഫീഷ്യലായിട്ടാണ് അല്ലേ? അപ്പോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്ലർക്ക് എന്ന നിലയിൽ, പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് എന്നുള്ള നിലയിലിരിക്കും. അപ്പൊ കുറച്ചുകൂടി ഔദ്യോഗികമായി കാര്യങ്ങൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അപ്പൊ നിയമപരമായ കാര്യങ്ങൾ കൂടെ ചേർത്ത് തരും. അപ്പൊ അങ്ങനെ കൊണ്ട് നമ്മൾ ഇത് എഴുതിപ്പിക്കണം. നമുക്ക് വേണ്ടിയുള്ള ഒരുപാട് അസിസ്റ്റന്റ് ഉണ്ട്. അതാണ് ആര്. നമ്മളിത് പ്രോംപ്റ്റിംഗിൽ റോൾ എന്നൊക്കെ പറയും. ആ റോളൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ആര്. 2, ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? പഞ്ചായത്ത് സെക്രട്ടറിക്കാണോ നമ്മൾ പരാതി കൊടുക്കേണ്ടത്? പഞ്ചായത്ത് പ്രസിഡന്റാണോ പരാതി എടുക്കേണ്ടത്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണോ? എന്നുള്ള ആർക്ക്? 3, എന്തിനു വേണ്ടി? എന്താണ് നമ്മുടെ പ്രശ്നം? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഏത് പ്രശ്നത്തെയും നമ്മൾ ഇങ്ങനെ ആരായിട്ട് നിങ്ങൾക്ക് വേണം. ഇപ്പൊ നമുക്ക് ഒരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു മുറി ഇറക്കുന്നു. ആ മുറി ഇറക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എത്ര രൂപ ചെലവ് വരണമെന്ന് നമുക്കറിയണം. അപ്പൊ നമ്മൾ നോക്കുന്നു എത്ര രൂപ ചെലവ് വരണമെന്ന് അറിയണം. അപ്പൊ നമുക്കിത് ഇറക്കാൻ പോകുന്ന മുറി എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നതിനെ കുറിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞെങ്കിലല്ലേ ചെയ്യാം, ഇതിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയും ഇത്രയും മതി, ഇത് വെച്ച് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല, ഇത്രയും മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്ക്വയർ ഫീറ്റ് അറിഞ്ഞൂടാ. അപ്പൊ എനിക്കൊരു ചെറിയൊരു മുറി തയ്യാറാക്കണം. അത് അളക്കുന്നതിന് വേണ്ടി സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് അളക്കേണ്ടത്. അപ്പൊ അത് അളക്കുന്നതിന് വേണ്ടി ഉള്ള സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുമ്പോ അത് പറയും. അപ്പൊ പറയും എന്താണ്, നിങ്ങളൊരു ടാപ്പ് ഉണ്ട്, ഇന്ന ഭാഗത്തേക്കും അളന്ന് ഇന്ന രീതിയിൽ അളന്നിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്വയർ ഫീറ്റ് ആക്കി തരും. ഇതിന്റെ നീളവും വീതിയും എത്രയാണ് എന്നുള്ള അത് ആര് പറഞ്ഞു തരും? അത് AI പറഞ്ഞു തരും. അപ്പൊ സ്ക്വയർ ഫീറ്റ് ആയി, നമുക്ക് സ്ക്വയർ ഫീറ്റ് ആയി. നമ്മുടെ മനസ്സിനകത്തുള്ള ആ ഏരിയയെ നമ്മൾ ഒരു ഫിസിക്കൽ കണക്കാക്കി മാറ്റി. അതിനുവേണ്ടി നമ്മൾ AI തന്നെ ചോദിച്ചു. AI പറഞ്ഞു തന്നു കൃത്യമായിട്ട്. നമുക്ക് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസ് മുറിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് എടുക്കേണ്ടത്. എസ്റ്റിമേറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ആരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുക്കണം? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറെ കൊണ്ടാണെങ്കിൽ, ഒരു കോൺട്രാക്ടറിന്റെ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള നിലയിൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലം നമ്മൾ എവിടെയാണ് വീട് വെക്കുന്നത്, ആ സ്ഥലത്തുള്ള പ്രൈസ് നമുക്കറിയണ്ടേ? ഇന്ന സ്ഥലത്ത് ഉള്ള അതിനകത്തുള്ള നിങ്ങൾക്ക് പറ്റുന്ന വിവരങ്ങൾ, അതായത് 2 ജനല്, ഒരു വാതില്, തറ, ഇന്ന ഫ്ലോറ്, പെയിന്റിങ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ട ആ കാര്യങ്ങളെല്ലാം വസ്തുതകളെല്ലാം കൊടുത്തിട്ട്
ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരും. ഓക്കെ, എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്നു. അപ്പൊ ഇനി നമുക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിട്ടി. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി വന്നപ്പോൾ ഇത് ഒരു 1.5 ലക്ഷം രൂപയ്ക്കകത്തുള്ള എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇപ്പൊ 2 ലക്ഷം, നമ്മളെ ഒരു 4-5 ലക്ഷം രൂപയുണ്ട്, നമുക്ക് വീട് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത നമ്മുടെ പ്രശ്നം, നമ്മളിത് കോൺട്രാക്ട് കൊടുക്കുന്നതാണോ നല്ലത്, നമ്മൾ തന്നെ ചെയ്യുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നവും നമ്മൾ ആരോട് ചോദിക്കുന്നു? എയോട് ചോദിക്കുന്നു. അപ്പൊ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ആര് പറയുന്നു? എ പറയുന്നു. ഓക്കെ, അപ്പോ നമ്മൾ അതിനകത്ത് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം കൂടി ചേർത്ത് എ പറയുന്നു. ഒപ്പം നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു വിശ്വാസം, നമ്മളെപ്പോലുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നുള്ള ഒരു വിശ്വാസം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതാണ് ഈ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമാണെന്നുള്ള നമ്മുടെ ബോധം. ഇത് കൈമോശം വിട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ്. ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിനകത്താണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കോൺട്രാക്ടറെയോ നിങ്ങളുടെ ബന്ധുവായ ഒരു എഞ്ചിനീയറെയോ അടുത്ത വീട്ടിലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ചുറ്റുപാടിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ അമ്മാവന് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലെന്ന്. ഇപ്പൊ എഞ്ചിനീയർമാരെക്കാളും നല്ല ഒരു ധാരണയായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഇത്ര സ്ക്വയർ ഫീറ്റ്, പിന്നെ ജനലിന് ഇത്ര വില വരും, തറയോടന് ഇത്ര വില വരും, എല്ലാം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പൊ എന്താ, കൃത്യമായിട്ട് നമുക്കൊരു വാല്യൂ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇതെല്ലാം കൂടി തയ്യാറാക്കി വെച്ചിട്ട് നേരെ ഇതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആകെ അതോ ഇടിയാണ്. ഒരു വശത്തിരിക്കും. നമുക്ക് വേണ്ടിയാ, മനുഷ്യന് വേണ്ടിയാ, നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ അല്ലേ? അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ അവിടെയാണ് നമ്മുടെ വാല്യൂ. അപ്പൊ ഇത് ഈ അറിവാണല്ലോ നമ്മുടെ ഒരു വാല്യൂ തീരുമാനിക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പോ ഈ പലപ്പോഴും നമുക്കറിയാം, നിങ്ങളൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു സാധനത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, ഒരു പൈപ്പ് വാങ്ങാൻ പോകുന്നു. എനിക്ക് ഒരു ഇത്ര വീതിയുള്ള ഒരു പൈപ്പ് വേണം എന്നിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ആ കടക്കാരനും ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് തരുന്ന വാല്യൂ എന്തായിരിക്കും? ഇത്ര നീളവും ഇത്ര വീതിയുള്ള ഒരു ഓസ് വേണം എന്ന് പറയാം. അപ്പൊ നമ്മള് അറേഞ്ച് ഓസ് 2 മീറ്റർ, അത് ഇന്ന PVC അല്ലെങ്കിൽ HD മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു മതിപ്പ് തരും, കടക്കാരൻ മതിപ്പ് തരും, സമൂഹം മതിപ്പ് തരും, അല്ലെ? ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ചുറ്റുപാടിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ. ഈ അംഗീകാരം എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ ഇപ്പൊ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ ബെൻസ് കാറും ഇതൊക്കെ എടുത്ത് വലിയ വീടൊക്കെ വെക്കുന്നതൊക്കെ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ വീടായി, എല്ലാവർക്കും കാറായി, അല്ലേ? അപ്പൊ അവിടെ അംഗീകാരം വേണമെങ്കിൽ നമ്മളുടെ അറിവുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആ അറിവുകളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ അല്ലേ? ഓക്കെ, മനസ്സിലായോ? കാര്യം പിടികിട്ടിയല്ലോ, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആര്, എങ്ങനെ, എന്തിനു വേണ്ടി. ഓക്കെ, മനസ്സിലായല്ലോ? പറയൂ, ആരും എന്ത് ചോദിച്ചല്ലോ? മനസ്സിലായി. അപ്പോ നമ്മളെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അതിനെ പരിഹരിക്കണം.
നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നിറവേറ്റണം. അവിടെയൊക്കെയാണ് നമുക്ക് ഇതുവരെ മിസ്സായി പോയ സ്ഥലത്ത് നമുക്ക് വന്നു. ആ നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഇനി ചോദിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എയോട് ചോദിക്കുക എന്നുള്ളതാണ്. എയോട് നമ്മൾ ചോദിക്കണം. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ള പ്രോംപ്റ്റിന്റെ ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിച്ച എങ്ങനെയാണ് പ്രോംപ്റ്റിങ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, നമുക്ക് ധാരാളം AI ടൂളുകളുണ്ട്. ChatGPT, ജെമിനി, മെറ്റ, ഡീപ്സീക്ക്, പിന്നെ ജെമിനി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലൗഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ടൂളുകൾ നമ്മൾ പഠിച്ചു. ഇതില് ഏതെങ്കിലും ഒരു ടൂൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടൂൾ വേണം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ആർക്കുണ്ടാവും? നിങ്ങൾ ഉപയോഗിക്കുന്ന ആ AI ടൂളിനുണ്ടാവും. സ്ഥിരമായിട്ട് നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ടാവും? AI-ക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന AI-ക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ ആ രീതിയിലായിരിക്കും AI നമുക്ക് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഇന്നൊരു കാര്യം ജെമിനിയിൽ നോക്കുന്നു, നാളെ മെറ്റയിൽ നോക്കുന്നു, മറ്റൊന്ന് വേറൊന്നിൽ നോക്കുന്നു എന്ന ഒരവസ്ഥ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂള്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ആവശ്യത്തിനും വ്യത്യസ്തങ്ങളായ ടൂളുകളുണ്ട്, ഓരോന്നിനും പൊട്ടൻഷ്യൽ അതൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂള് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അതിനോട് ചോദിക്കുന്നു. ഇനി എങ്ങനെ ചോദിക്കുന്നു? നിങ്ങൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ട് അതെല്ലാം നോട്ടൊക്കെ കാണാതെ പഠിച്ചു വെച്ച് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്ക് വേണ്ടി, റോള്, ടാസ്ക്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോ നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ഒരു കഥ പറയുന്നത് പോലെ പറയുക. നിങ്ങളുടെ പ്രശ്നം, നമ്മൾ പറഞ്ഞു അതാരാണ്? യന്ത്രമല്ല, ഒരു മനുഷ്യനാണ്, അസിസ്റ്റന്റ് ആണ്. നിങ്ങളുടെ പ്രശ്നം ഒരു കഥ പറയുന്നത് പോലെ, ഒരു പ്രശ്നം പോലെ നിങ്ങൾ പറയുക. ആ പ്രശ്നം എങ്ങനെ പറയുന്നു? അതിന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പ്രശ്നമായി നമ്മൾ എങ്ങനെയാ നമുക്ക് വോയിസ് ടു ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം മുതലേ ഇതിനെക്കുറിച്ച് വോയിസിനെ ടെക്സ്റ്റ് ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതിന് പറ്റുന്ന പല സ്പീച്ച് type.in പറഞ്ഞു, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞു, മംഗ്ലീഷ് പറഞ്ഞു, പല ടൂളുകളും നമ്മൾ പറഞ്ഞു. സ്പീച്ചിനെ, ശബ്ദത്തെ, നമ്മൾ പറയുന്ന കാര്യത്തെ നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റുക. നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യത്തെ ടെക്സ്റ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ വെച്ച് എഴുതുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം, അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാം. ചിലപ്പോൾ അക്ഷരത്തെറ്റുകൾ നമ്മുടെ നമ്മൾ ആ തെറ്റ് വേറൊരു അർത്ഥത്തിലുള്ള വാക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരത്തെറ്റുകൾ ഇപ്പോൾ എഴുതാൻ ഉള്ള ബുദ്ധിമുട്ട് ഉള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് വോയിസ് ടു സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ സ്പീച്ച് type.in മംഗ്ലീഷോ ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സാധനം അതിനോട് പറയുക. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആ തുടക്കത്തിലെ പറഞ്ഞു, കൊച്ചു സെന്റൻസുകളാക്കണം. പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലായിട്ട് വരിക. നമ്മൾ നോട്ടൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അതിനെ നമ്മൾ എവിടെ കൊടുക്കുന്നു? കോപ്പി ചെയ്ത് നമ്മൾ ChatGPT-യിലോ ജെമിനിയിലോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവിടെ കൊടുക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരും. നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അത് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ, പ്രോംപ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ പ്രോംപ്റ്റ് കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നു.
ജനറേറ്റ് ചെയ്ത് തരുന്ന കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, നമുക്ക് തൃപ്തികരമായില്ല എങ്കിൽ വീണ്ടും നമ്മൾ ചോദിക്കുന്നു, വീണ്ടും അത് ശരിയായില്ല എന്ന് നമ്മൾ വീണ്ടും പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിനകത്ത് എന്ത് കൊടുക്കണം? തംസ് കൊടുക്കണം, തംസപ്പ് കൊടുക്കണം. എന്താ ശരി, റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് അത് മനസ്സിലാക്കും. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പറയാം. അല്ല, ഇതല്ല, ഇന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ആ മാറ്റം വരുത്തണമെന്നുള്ള കാര്യം പറയണം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അസിസ്റ്റന്റായി ഇതെപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഓക്കെ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ വോയിസ് ടെക്സ്റ്റ് ആക്കുന്നു, കൊടുക്കുന്നു, അത് മനസ്സിലാക്കിയതിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുന്നു, ഒക്കെ ചെയ്യുന്നു. ഇനിയൊരു വലിയൊരു പ്രശ്നവും കൂടെയുണ്ട്, ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ നിരന്തരം പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചോദിക്കുന്നു. ഈ ചോദിച്ച് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു. നമ്മുടെ പ്രായത്തിന്റെ മാത്രമല്ല, നമ്മൾ യന്ത്രത്തെ കൊണ്ട് നിരന്തരം ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കും, ഇതൊക്കെ നമ്മൾ ചോദിച്ചിരുന്നോ എന്നുള്ള കാര്യം തന്നെ തോന്നിപ്പോകും, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഒക്കെ അത് മറന്നോട്ടെ, വീണ്ടും നമുക്കത് ചോദിക്കാം, കുഴപ്പമില്ല. അപ്പോ നമ്മളിത് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മയിൽ തന്നെ നിൽക്കണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കാതിരിക്കുക. അയ്യോ, എനിക്ക് ഒട്ടും ഓർമ്മ ഇല്ലാതായിപ്പോയല്ലോ, അന്ന് ജനറേറ്റ് ചെയ്തതാണ്, ഞാൻ വായിച്ചതാണ്, അതനുസരിച്ച് ഞാൻ ചെയ്തതാണ്, എൻ്റെ ഓർമ്മയിൽ നിന്നെല്ലാം പോയല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും സ്വയം വിലയിരുത്താതിരിക്കുക. അത് മനുഷ്യ സഹജമാണ്. AI ഇങ്ങനെ ജനറേറ്റ് ചെയ്ത സാധനം നമ്മൾ 1-2 പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പരിതപിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഓർമ്മശക്തിയുടെയോ ഓർമ്മ പിശകിന്റെയോ പ്രശ്നമായി ഇതിനെ കാണാതിരിക്കുക. ഓക്കെ, ഇനി ഉള്ള ഒരു കാര്യം, നമുക്ക് ഒരു ആവശ്യം, നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആവശ്യം, ടാസ്ക്, ദൗത്യം. ആ ദൗത്യം എങ്ങനെയാണ് ടാസ്ക് എങ്ങനെയാണ് നമ്മളെ പ്രശ്നത്തെ നമുക്കത് എങ്ങനെയാണ് നമ്മളെ ദൗത്യമാക്കി മാറ്റി എടുക്കുന്നതെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെ ഒരു ടാസ്ക് ആക്കി മാറ്റുക. അങ്ങനെ ഒരു ടാസ്ക് ആക്കി മാറ്റി എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറ്റുള്ളൂ. ആ ടാസ്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അതിനെ കുറിച്ചാണ്. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ അതിന് മനഃശാസ്ത്രപരമായ ഒരു വിശകലനം പറഞ്ഞു. അതിനുശേഷം നമുക്ക് എങ്ങനെ അതിനെ ചോദിക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുമെന്നും ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുകയും ആലോചിക്കുകയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, ഞാൻ പറഞ്ഞതെല്ലാം നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളെ പ്രശ്നങ്ങളെ, നമ്മളുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെയൊക്കെ ദൗത്യമാക്കി മാറ്റുക, റിയാക്റ്റിൽ നിന്ന് പ്രോ ആക്റ്റീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. മുമ്പ് നമ്മളെ പഠിപ്പിച്ചതെന്ന് എന്താണ്? പ്രതികരിക്കാൻ പഠിക്കണം എന്നുള്ള. പ്രതികരിക്കണം, ഉറപ്പായിട്ട് പ്രതികരിക്കണം. മുമ്പ് പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. എന്താണ്? പ്രതികരിച്ചെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല. പ്രതികരിച്ചാലേ പറ്റുള്ളൂ. പ്രോ ആക്റ്റീവ് ആര് ചെയ്തു തരും? ഇപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് വലിയ കൺസൾട്ട്, ലോകത്തിലെ ഏറ്റവും എല്ലാ ബൗദ്ധിക ശേഷിയും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോ റിയാക്റ്റിൽ നിന്ന് മനുഷ്യന്റെ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ചരിത്രമുണ്ട്. അതെന്താ? സമരം ചെയ്ത് നേടിയെടുത്ത ചരിത്രമുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാ അവകാശങ്ങളും സമരം ചെയ്ത് നേടിയെടുത്തതാണ്. ആ സമരത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു, അല്ലേ? ഇന്നും പ്രസക്തിയുണ്ട്, ഇപ്പോഴും പ്രസക്തിയുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമുക്ക് പ്രോ ആക്റ്റീവ് ആവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ, നമ്മുടെ സ്വപ്ന പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കെ നിർമ്മിത ബുദ്ധി വരുന്നതിന് മുമ്പ് അതിഗംഭീരം തടസ്സമുണ്ടായിരുന്നു, സാധ്യമായിരുന്നില്ല. സാധാരണ ജനത്തിന് സാധ്യമായിരുന്നില്ല. ഇന്ന് നമുക്ക്
മുമ്പ് ആർക്കാ ഇതിന്റെ സാധ്യത ഉണ്ടായിരുന്നത്? ഞാനത് നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഈ ഫോർഡ്, ഹെൻറി ഫോർഡ് കുറിച്ച് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പണ്ട് ഇയാള് മരമണ്ടനാണ്, ഇയാൾക്ക് ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. അപ്പോ വാർത്ത കൊടുത്തപ്പോ ഹെൻറി ഫോർഡ് കൊണ്ടൊന്ന് മാനനഷ്ട കേസ് കൊടുത്തു. മാനനഷ്ട കേസ് കൊടുത്ത സമയത്ത് ഹെൻറി ഫോർഡിന് ഒരു വിവരവും ഇല്ല എന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ ഈ പത്രത്തിന്റെ അഡ്വക്കേറ്റ് വന്ന് ഇയാളോട് ചോദിച്ചു, അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്, അമേരിക്കയിൽ എത്ര നദികളുണ്ട്, അമേരിക്കയിൽ എത്ര റോഡുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ പറഞ്ഞു. PSCക്ക് ചോദിക്കും പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഹെൻറി ഫോർഡ് കൈയും കെട്ടി ചിരിച്ചോണ്ട് നിന്നു. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു. അപ്പൊ ഹെൻറി ഫോർഡ് പറഞ്ഞു, എന്റെ മേശപ്പുറത്ത് ഒരു ചുവന്ന ബട്ടണുള്ള ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളിന് ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അയാൾ എന്റെ അടുത്ത് വരും, ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും. അപ്പൊ ഞാൻ എന്തിനു കാണാതെ പിടിച്ചു വയ്ക്കണം? എന്തിനു പിടിച്ചു വയ്ക്കണം അല്ലേ? അപ്പൊ അന്ന് ഇത് ഹെൻറി ഫോർഡിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു അവസരം ഇന്ന് ഏത് സാധാരണക്കാരനും ആർക്കും കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഓക്കെ അപ്പോ ഇതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ആവശ്യം എന്തോ ആയിക്കോട്ടെ, ആ ആവശ്യങ്ങൾ ചിലപ്പോ അശാസ്ത്രീയമായ കാര്യങ്ങളായിരിക്കും. മറ്റു മനുഷ്യന് ദോഷമില്ലാത്ത, സമൂഹത്തിന് ദോഷമില്ലാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ തെറ്റായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്കാൻ നമുക്ക് ഈ ടൂൾ സഹായിക്കാം, അത് ഉപയോഗിക്കാൻ നോക്കുക. ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് വളരെ ലളിതമായ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ലേഖനം പോലെ ഒരു സാധനം തയ്യാറാക്കി തരാം. അതുകൂടെ ഒന്ന് വായിക്കുമ്പോൾ കൃത്യമായിട്ട്, കാരണം ഇതിനകത്ത് കുറച്ച് സയൻസ് ഉണ്ട്. ആ സയൻസ് കൂടെ പറയുമ്പോൾ മാത്രമേ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ആ സയൻസ് കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ സയൻസ് പറയുമ്പോൾ അത് ഒരു ബോറിംഗ് ആവാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ, നമ്മുടെ ആഗ്രഹത്തെ, മോഹങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എങ്ങനെ ഒരു ടാസ്ക് ആക്കി മാറ്റണം, ഒരു ദൗത്യമാക്കി മാറ്റണം, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കുറിപ്പ് കൂടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവസാനിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ ഇടാം. നിങ്ങൾ AI-യുമായി ബന്ധപ്പെട്ട കുറച്ചുപേരൊക്കെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന് തോന്നുന്നു. AI-യുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും ആ ഗ്രൂപ്പിൽ ചോദിക്കാം. വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി. അത് പരമാവധി ഞാൻ അതിന് ആ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് ഞാൻ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അത് പരമാവധി വേഗത്തിൽ തന്നെ അതിനകത്ത് ഉത്തരം തരും. 800-ഓളം പേര് അതിനകത്തുണ്ട്. പല സമയങ്ങളിൽ എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തവരാണ് ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ട് വരുന്നത്. ഗ്രൂപ്പിലെ ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി അത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇടാം. നമ്മുടെ ഗ്രൂപ്പ് അതിനകത്ത് ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് കയറി ഗുഡ് മോർണിംഗ്, ആശംസകൾ, വിഷു ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. മറ്റ് പരസ്യ കാര്യങ്ങളൊന്നും അതിനകത്ത് ഇടരുത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. AI-യുമായി ബന്ധപ്പെട്ട മറ്റ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അറിയേണ്ട ഒരു പുതിയ ടൂളിന് നിങ്ങൾ അറിഞ്ഞു, ഒരു പുതിയ ടൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടു, അതൊക്കെ ഇടാം. അത്തരം കാര്യങ്ങൾ ഇടുക. അപ്പോൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം ഇത്രയും ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്, വളരെ എല്ലാവരും ഇപ്പൊ നിലവിലുള്ള 800-ഓളം പേരും വളരെ അന്തസ്സോടെ മാന്യമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളും. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഉള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുക. അത് 1. 2, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിന് അവസരം തന്നത്, നമ്മളെയൊക്കെ മുട്ടിപ്പിച്ചതും അല്ലെങ്കിൽ നമ്മൾ ഒത്തുകൂട്ടിയതുമൊക്കെ ശാന്തി ഗ്രാം എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പങ്കജാക്ഷൻ സാറും അതുപോലെ തന്നെ ശാന്തമ്മ മാഡമും ഒക്കെയാണ്. പിന്നെ അതിന്റെ സാങ്കേതികമായി രാംകിരൺ ഉണ്ട്. അങ്ങനെ ഒരു ടീമാണ് നമ്മുടെ ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അത് സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു
ഒരു പ്രസ്ഥാനമാണ് ശാന്തിഗ്രാം. അപ്പോൾ ശാന്തിഗ്രാം ആണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് നമ്മളിപ്പോ നിങ്ങളുടെ 8ാമത്തെ ബാച്ചാണ്. കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഓരോ ബാച്ചിൽ നിന്നുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ 8ാമത്തെ ബാച്ചിൽ നമ്മളെ കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടുത്ത ബാച്ചിൽ കുറഞ്ഞത് 10-50 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരുവിധമെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഇത് അവസരം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നമുക്ക് അതിന്റെ ഒരു ഒരു ക്ലാസ്, ഫ്രീ ക്ലാസ് 21-ാം തീയതി ആരംഭിക്കും. ഒരു ഓറിയന്റേഷൻ ക്ലാസ്. ദയവ് ചെയ്ത് നിങ്ങളാരും അതിനകത്ത് ജോയിൻ ചെയ്യാതിരിക്കുക. കാരണം 100 പേർക്ക് മാത്രമേ നമ്മളിപ്പോ സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റില് 100 പേരെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഈ 21-ാം തീയതി വരുന്ന ക്ലാസ്സിനകത്തുള്ള ലിങ്ക് നിങ്ങൾക്ക് എല്ലാം ഇട്ട് തരും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള പരമാവധി സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അവരെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാൽ മതി. ഒന്ന് പറയുക. ഒരു അടുത്ത ബാച്ചിലെത്തേക്ക് നമുക്കൊരു മിനിമം ആൾക്കാരെങ്കിലും കിട്ടി നമ്മൾക്ക് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകണം. ഒപ്പം നമ്മൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ അടുത്ത ബാച്ചിൽ നമ്മളൊരു പുതിയ ടൂൾ പഠിപ്പിക്കുകയാണെങ്കിൽ അന്ന് നിങ്ങളെയും ക്ഷണിക്കും. നിങ്ങളെയും ആ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും ഇന്ന് പറയാനുള്ളത്. ഇതിന്റെ അക്കാഡമിക് ആയിട്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഗ്രൂപ്പിൽ ഇടുക. ഇന്ന് നമ്മുടെ ഒരു മാഡം ചോദിച്ചിരുന്നു നമ്മുടെ ഇമേജിനെ വീഡിയോ ആക്കുന്നത്, ബിങ്ങിൽ ഇമേജിനെ വീഡിയോ ആക്കുന്നത് എങ്ങനെയാണ് എന്ന്. മാഡം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഗ്രൂപ്പിൽ ചോദിക്കുക. ആ ഗ്രൂപ്പിൽ വിശദമായി നമ്മൾ കൃത്യമായിട്ടൊരു മറുപടിയൊക്കെ തരുന്നതായിരിക്കും. നമുക്ക് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ക്ലാസ് തീർന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല, നമ്മുടെ സപ്പോർട്ട് തുടർന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിരുന്നു. എനിക്ക് ഭയങ്കര ഈ അവസാനിക്കുമ്പോ ഉള്ള ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മളെ സുരേന്ദ്ര സാറ് വളരെ അപൂർവ ആൾക്കാർ മാത്രം എല്ലാ ബാച്ചിലും നമ്മുടെ ക്യാമറ ഓൺ ചെയ്യും. ഞാൻ മാത്രം അപ്പൊ ണ്ട് ചില സുഹൃത്തുക്കൾ ക്ലാസ് പറഞ്ഞ് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഫലമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ നമ്മളെ ഈ ക്ലാസ് സാധാരണ മറ്റു ക്ലാസ്സുകൾ കാണും. സാധാരണ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം നന്ദി. നമുക്ക് എല്ലാവർക്കും നമസ്കാരം.
രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഈ ഉദ്യമത്തിന്റെ ലിസ്റ്റിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് സാർ. നമുക്ക് വിടാൻ പറ്റില്ല. പല ക്ലാസ്സുകളും പുതിയ ക്ലാസ്സുകളും നമുക്കത് പഠിക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഗുരുവായൂർ തൃശ്ശൂർ ഇറക്കുന്നത്. എനിക്കും അതുപോലെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ചേരിയിൽ സുരേന്ദ്രൻ സാറ് നമ്മുടെ 2 ബാച്ചുകളിലായി ഈ പലരെയും ഈ ഗ്രൂപ്പിലേക്ക് പ്രവേശനം നൽകുകയും കാനഡയിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ് വീക്ഷിക്കുകയും അങ്ങനെ ഇന്നും ചെറുപ്പക്കാരനായി വിശാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് ചേരിയിൽ സുരേന്ദ്ര സാർ. സുരേന്ദ്ര സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളോളം, അതായത് ഒരു 10-20 വർഷം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മോൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇത്തരത്തിലെ വിശാലമായിട്ടുള്ള അറിയാമെന്ന് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന സമയം കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് എൻ്റെ ഒപ്പം അതിനകത്ത് ചേരാറുണ്ട്. വർക്കിംഗ് ടൈമിൽ തന്നെ എൻ്റെ വൈഫിനും എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനും എൻ്റെ മോൾക്കും എനിക്കും ഒരു പ്രത്യേക ഒരു ക്ലാസ് ആയിരുന്നു ഇത്. എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതിനകത്ത് സഹകരിക്കാനൊക്കെ കഴിഞ്ഞു. അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് സാർ. ഇത് ഇപ്പൊ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള, അതായത് ഇവിടെ ഞാൻ US എപ്പോ വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഒരു എക്യുപ്മെന്റ്, ഒരു ഗൂഗിളിന്റെ ഒരു എക്യുപ്മെന്റ് കൊണ്ട് അതിന്റെ വേറൊരെണ്ണം കൂടി ഉണ്ട്. അതാണ് അലക്സ. ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ സാറ് പറഞ്ഞുള്ള കാര്യം ഞാൻ ഇങ്ങനെ ഡീറ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞാൽ അലക്സ അനുസരിക്കില്ല, ഗൂഗിളും അനുസരിക്കില്ല. എന്തെങ്കിലും ടെമ്പറേച്ചറിലൂടെയെന്ന് ചോദിച്ചു. പക്ഷെ സാറ് പറഞ്ഞ മാതിരി ആ ഒരു ടോണും ഇതൊക്കെ എന്റെ ഗ്രാൻഡ് ഡോട്ടറും എന്റെ മോള് പറഞ്ഞാൽ അതനുസരിക്കും, ഞാനും വൈഫ് പറഞ്ഞാൽ അതനുസരിക്കില്ല. ഇപ്പോഴാണ് ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് മനസ്സിലായത്. അലക്സയ്ക്കും ഗൂഗിളിനും ആ പ്രത്യേക തരത്തിലുള്ള ടോണിൽ തന്നെ ചോദിച്ചാലേ അത് ആൻസർ പറയുള്ളൂ എന്നുള്ളത്. അത് വളരെ സാറിപ്പോ ക്ലാസ് എടുത്തപ്പോഴാണ് അത് കൂടുതൽ ഓരോ കാര്യം സാറിനെ കേൾക്കുമ്പോൾ നമ്മളത് പലതിലുമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ വളരെ നല്ല. ഇത്ര മനോഹരമായ ക്ലാസ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും അതിന് സാറിനോടും ഇത് ഓർഗനൈസ് ചെയ്ത പകയാശൻ സാറിനോട് സ്പെഷ്യലായിട്ട് പറയണം. പ്രത്യേകിച്ച് എന്റെ കെയറുകളിൽ വന്ന ആൾക്കാരൊക്കെ ഫീഡ്ബാക്ക് എനിക്കാ തരുന്നത്, നിങ്ങൾക്ക് തരുന്നത് കൂടാതെ. അപ്പൊ അതിൽ നിന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ പറഞ്ഞിട്ട് വന്ന ആൾക്കാരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ഹാപ്പി ഞാനാണ്. ഇത്തരത്തെ കാര്യങ്ങളാണ് പറയാൻ. ഞാൻ എന്തായാലും ഒരു മിനിമം ഒരു 5 പേരെങ്കിലും അടുത്ത ബാച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത്തിരി നമ്മളൊരു കുറച്ച് ചുരുങ്ങിയ എഫേർട്ട് ഇട്ടാൽ അവർ വരും. എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും, തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം. ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറിയൊരു ഔട്ട്ലൈൻ കൊടുത്താൽ അതാണ് നമുക്ക് വേണ്ടത്. ബാക്കി എല്ലാവരോടും കാര്യങ്ങൾ പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്നുള്ളത് അവരോട് പറഞ്ഞു മനസ്സിലാക്കുക. അവർ ട്രൈ ചെയ്യും. ഫൈനാൻഷ്യലി നല്ല ഇതൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയാം. അപ്പൊ അതിനെ ചുരുക്കി കുറെ എക്സ്പെൻസിന്റെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനാണ് അവർ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഞാൻ എന്റെ മനസ്സ് തുറന്ന് തീർച്ചയായിട്ടും എന്നേക്കുമായിട്ടും എന്റെ മനസ്സിലൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വരും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ കൽപ്പനയുള്ളത് ഇത് ഇത്ര മനോഹരമായ
നന്ദി, നമസ്കാരം. എന്താണ് വാക്കുകൾക്ക് സാർ എനിക്ക് തോന്നുന്നു ഒരു അനുഭവം ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മുടെ പങ്കെടുത്ത ആളുകളുള്ള ഒരു അഭ്യർത്ഥന നമ്മളിപ്പോൾ ഇതിനകത്ത് പല ടൂളുകളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ എഴുതുന്നത് വായിക്കാത്തവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റർ വായിക്കാത്തവരുണ്ട്. മിക്കവാറും ആളുകൾക്ക് നേരിട്ട് പറയുന്നതാണ് കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ളത്. അപ്പോൾ സുരേന്ദ്ര സാറിൻ്റെ പിന്നെ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകൾ ഈ കോഴ്സിനെ കുറിച്ച് പിന്നെ ഒരു 2, 3, 5 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ സാറൊരു നല്ലൊരു വീഡിയോഗ്രാഫറും അല്ലെങ്കിൽ ഒരു ബ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാനൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടങ്ങ് മാറും. കാരണം ഒരു വാമൻ സാറെന്ന് പറഞ്ഞതുപോലൊരു സാറിന് ഞാൻ 92 വയസ്സുണ്ട്. അപ്പം അദ്ദേഹം ലളിതമായി കഥകൾ പറയുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാൻഡ്മ അല്ലെങ്കിൽ വാമൻ, കെ വാമൻ എന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1 മിനിറ്റൊക്കെ ഉള്ള നല്ല ഷോർട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സാറിനെ ഇങ്ങനെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോഴേക്കും ഞാൻ സാറിനോട് മോട്ടിവേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സമൂഹത്തിനോട് പറയാൻ വേണ്ടി ഉണ്ടാകും. അതിന് ഈ പിന്നെ പല 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 രീതികളിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അത് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് എൻ്റെ അനുഭവവും പങ്കെടുത്ത പല ആളുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ പ്രോംപ്റ്റ്, അപ്പോൾ ഇന്നൊരു നമ്മുടെ ഈ പാർട്ടിസിപ്പൻറ്റ് ഈ ഗ്രൂപ്പിലുള്ള ആളാണെന്ന് അറിയില്ല, ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനൊരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരു ട്രസ്റ്റും നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഇല്ലാത്ത കാര്യങ്ങൾ, കുറച്ചധികം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സൊക്കെ ഒന്ന് ശരിയാക്കണം. ഞാൻ എത്ര പ്രോംപ്റ്റ് കൊടുത്തിട്ടും അത് അനലൈസ് ചെയ്ത് തരുന്നതല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ എന്താണോ എന്നോട് പറഞ്ഞത് അതേ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. പക്ഷെ നിങ്ങൾ പറഞ്ഞതിലും ഒരു മനസ്സിലാകാത്തൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അതിൽ ആ സൊസൈറ്റിയുടെ സംഭവത്തിൽ ഇല്ലാത്തതും ഈ സൊസൈറ്റിയിൽ ഇല്ലാത്തതുമായ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിലും ഇല്ലാത്തതായ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സയ്യിദ് സാറിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് സ്പെസിഫിക്കായിട്ട്, പണ്ട് നമ്മൾ പറയായിരുന്നു, ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്തും അത് സ്മാർട്ടായിരിക്കണമെന്ന് പറയും. അത് സ്പെസിഫിക്, സ്മാർട്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്, മെഷറബിൾ, നമുക്കതിൻ്റെ അളവും തൂക്കമൊക്കെ പറയാൻ കഴിയണം, അച്ചീവബിൾ, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് എന്നൊക്കെ പറയുന്ന ആ തരത്തിലേക്ക്. അതുപോലെ തന്നെ സയ്യിദ് സാറ് സൂചിപ്പിച്ചതിനെ ഈ 5W, 5 ഭാര്യമാരും ഒരു ഭർത്താവും എന്നുള്ള നിലയിൽ ഉണ്ട്. വെൻ, വെയർ, വാട്ട്, ഹൂം, വിത്ത്, ഹൗ എന്ന് പറയുന്ന, വെയർ ആൻഡ് ഹൗ എന്ന് പറയുന്ന, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇത്രയും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ മറുപടി കിട്ടും. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ 10ാം സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു MSWക്കാരനോ MBAക്കാരനോ അല്ലെങ്കിൽ മറ്റൊരാളോ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഞാൻ സയ്യിദ് സാറിനെ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് രസകരമായൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10-20,000 രൂപ മുടക്കി 1-2 കോഴ്സുകൾ പഠിച്ചു. പക്ഷേ എനിക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് സയ്യിദ് സാറും ഞങ്ങളും കൂടെ, കാരണം ഒരു വലിയ കാര്യങ്ങൾ പറയുന്നു, നിസ്സാരം ഏതെങ്കിലും ഒരു ജെമിനിയിലേക്ക് ഒരു അക്കൗണ്ടിൽ നമ്മൾ പോകണമെങ്കിൽ ഈ അക്കൗണ്ട് എടുത്ത് അതിലേക്ക് പോകണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പറയില്ല. പകരം ഞങ്ങളൊരു 1000 വീഡിയോ ഉണ്ട്, അത് 1 വർഷത്തെ കോഴ്സാണ്, നിങ്ങൾ അതൊക്കെ പോയി കണ്ടോളൂ എന്ന് പറയും. അത് കാണുമ്പോഴാണ് അതിനേക്കാളും രസകരമായിട്ടുള്ളത് എല്ലാം ഔട്ട്ഡേറ്റഡ് സംഭവങ്ങളാണ്. അപ്പോൾ ആരും ഇത് കാണാൻ വേണ്ടി പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്, പ്രത്യേകിച്ച് ഈ AI കോഴ്സ് ശാന്തിഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സയ്യിദ് സാറ് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, ഈ മനുഷ്യന് ഉപയോഗമുള്ളതും ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതും നമ്മളുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതും നമ്മുടെ നീഡ്, നമുക്ക് എന്താണോ ഒരു കുറവുള്ളത് ആ കുറവ് വരുന്ന ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെയധികം എന്താ ഈ കോഴ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ
ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഈ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് ഗവൺമെൻറ് അംഗീകൃത കോഴ്സാണോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തുകാർക്കാണ് ഒരു വലിയ വിഷയം ഞാൻ കാണുന്നത്. സർട്ടിഫിക്കറ്റ്, എന്ത് പഠിച്ചു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് വേണം. പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം ആവശ്യമുള്ളവർക്ക് വേണം. അത് ശാന്തിഗ്രാം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ഹൈടെക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മതി. നിങ്ങൾ പഠിച്ചു, ഇന്ന കോഴ്സിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ള ചിലർക്ക് ആവശ്യമായിട്ട് വരാം. കാരണം കഴിഞ്ഞ ബാച്ചിലൊക്കെ ഞങ്ങളൊരു ഇംഗ്ലീഷ് ബാച്ച് നടത്തിയിരുന്നു. ആ ബാച്ചിലൊക്കെ വലിയ സയൻറ്റിസ്റ്റുകളും അതുപോലെയൊക്കെ തന്നെയുള്ള വലിയ വലിയ ലെവലിലുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലിയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, അതൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഹൈടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് കൂടണമെങ്കിൽ, നമ്മളെ കഴിഞ്ഞ ബാച്ച് നോക്കിയിട്ട് നടങ്ങാത്തൊരു കാര്യമാണ്, ഒരു ദിവസം നമുക്ക് ശാന്തിഗ്രാമിൽ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൂടാം. സൈസ് സാറും നമുക്കും എല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ശാന്തിഗ്രാം എന്തിനും തയ്യാറാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു റിക്വസ്റ്റ്, ഇന്ന് തന്നെ നമ്മുടെ ഈ AI പഠിച്ച ആളുകളെല്ലാവരെയും കൂടെ ഫോളോ അപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ആ ഫോളോ അപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് കയറാം. കാരണം നമ്മുടെ വരുന്ന കാഴ്ചകളെല്ലാം തന്നെ അതിനകത്ത് ലിങ്ക് ഇടും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കാര്യം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ സജി സാറിൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ് ആണ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ അടുത്തുള്ള വിവരങ്ങളോ അറിയാൻ വേണ്ടി അതാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലേക്ക് മറ്റേ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ മറ്റേ ചർച്ചാ ഗ്രൂപ്പിൽ. അപ്പൊ നമ്മളൊരു റിക്വസ്റ്റ് സാറ് സൂചിപ്പിച്ചതുപോലെ, ശാന്തിഗ്രാം ഒരു 10-38 വർഷത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയൊരു സംഘടനയാണ്. പിന്നെ സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും. പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരുടെയും ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഒരു പരിപാടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ എങ്ങനെ നടത്താമെന്നുള്ളതിൽ ഞങ്ങൾ വിദഗ്ധന്മാരാണ്. അപ്പോൾ ലോകത്തുള്ള ഏത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ നടത്തും. അത്രയധികം സൈദ് സാറിനെയൊക്കെ പോലുള്ള ധാരാളം, അല്ലെങ്കിൽ സുരേന്ദ്ര സാറിനെയൊക്കെ പോലുള്ള ധാരാളം പല മേഖലയിൽ നിൽക്കുന്ന ആളുകളുമായി ബന്ധമുണ്ട്. അപ്പോൾ അടുത്ത് ഉള്ള ശാന്തിഗ്രാമിൻ്റെ ചില പരിപാടികൾ കൂടി സൈദ് സാറ് പറഞ്ഞ പോലെ AI-യുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടിയും ചിലതൊക്കെ നമ്മൾ അതിനകത്ത് ഇടും, അറിയാൻ വേണ്ടി നമുക്ക് പ്രയോജനമുള്ള ക്ലാസ്സുകൾ. ഇതാണ് പൊതുവിൽ ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 1-2 ആളുകൾക്ക് കൂടി സംസാരിക്കാം. മണി ഇപ്പോൾ 9 നമുക്കൊരു 15 മിനിറ്റ് കൂടി വെയിറ്റ് സൈ സാർ. അപ്പോൾ ഞാനിനി സംസാരിക്കത്തില്ല, ഞാൻ ഇത്തിരി കൂടുതൽ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ കോഴ്സിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകം നന്ദി. നിങ്ങളുടെ സംശയങ്ങളും ആവശ്യങ്ങളും എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം ആവശ്യമുണ്ടെങ്കിലും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നേരത്തെയൊക്കെ പങ്കെടുത്ത പല ആളുകൾക്കും, സാധാരണ ഈ ഓൺലൈൻ കോഴ്സുകാർ